മിശിഹായിൽ പ്രിയമുള്ള ശാലോം ടി വി പ്രേക്ഷകരെ, ഇന്നേ ദിവസം മുതിർന്നവരെ നമുക്ക് എങ്ങനെ സഹായിക്കാം എന്നാണ് അച്ഛൻ പറയാൻ പോകുന്നത്. ഒന്നാമതായി, വാർദ്ധക്യത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിച്ചറിഞ്ഞ് അവരുമായി ബന്ധപ്പെടുക. ഞാൻ ഉദ്ദേശിച്ച സൗഹൃദ സന്ദർശനം. ഒരിടയ്ക്കൊക്കെ ഒന്ന് കാണുക, സംസാരിക്കുക. ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ടാവും, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഒരു കാര്യം തന്നെ പല പ്രാവശ്യം പറയും. അതൊരു ബോറടിയായി നമുക്ക് മാറാതെ കേട്ടിരിക്കുമ്പോൾ അത് വലിയ സൗഹൃദം നൽകുന്നതാണ്. രണ്ടാമത്, അവരുമായിട്ട് ചേർന്ന് ഉല്ലാസത്തിന് അവസരമൊരുക്കണം. കൊച്ചു തമാശകൾ, പറ്റുന്നെങ്കിൽ ചെറിയ വിനോദങ്ങൾ ഇതിലൊക്കെ ഏർപ്പെടുന്നത് നല്ലതാണ്. അത് നമുക്ക് സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അവരെ അഭിനന്ദിക്കുക. അവരുടെ ജീവിതത്തിലെ സുപ്രധാന ദിനങ്ങൾ കൂട്ടുകാരും കുടുംബാംഗങ്ങളും ഒത്തുചേർന്ന് ആഘോഷിക്കുക. അപ്പോൾ അവരുടെ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു പറഞ്ഞ് അവരെ ഒന്ന് അഭിനന്ദിക്കുന്നത് തീർച്ചയായും നല്ലതാണ്. നല്ലതായ കുടുംബ പ്രാർത്ഥന ശക്തിപ്പെടുത്തുക. കുടുംബ പ്രാർത്ഥന, കാരണം അവർ വീട്ടിലാണ് മിക്കവാറും. അപ്പോൾ പ്രാർത്ഥനയുടെ അഭാവം അവർക്ക് ബുദ്ധിമുട്ട് വരും. എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, അവർ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് കരുതുകയല്ല, എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് അവർക്ക് അനുഗ്രഹപ്രദമായി മാറും. അഞ്ചാമത്, പ്രധാന കാര്യങ്ങൾ അവരുടെ അഭിപ്രായം ആരായുക. സങ്കീർത്തനം 92:14 പറയുന്നുണ്ട്, വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും, അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് അത് ആദരിക്കുമ്പോൾ അത് അവർ സന്തോഷപ്രദമായിട്ട് മാറുകയാണ്. അയൽ ബന്ധങ്ങൾ ക്രിയാത്മകവും സജീവവുമാക്കുക. അയൽവക്കത്തെ വീട്ടുകാരൊക്കെ ഒന്ന് കയറി ഇറങ്ങാനും കാണാനും ഒക്കെ ഇടയാകുന്ന ഒരു സാഹചര്യം ഒരുക്കണം വീട്ടിൽ. അവർക്ക് ആർക്കും ഇപ്പോൾ വരാൻ മേലാത്തൊരവസരമൊക്കെ ഉണ്ടായാൽ, മതിലുകൾ പൊക്കി പണിതാൽ അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് തീരും എന്നുള്ളത് നമുക്കറിയാം. 7, ജീവകാരുണ്യ പ്രവൃത്തികളിൽ ഏർപ്പെടാൻ അനുവദിക്കണം. ഇതുവഴി ദൈവാഭിമുഖ്യം, ലക്ഷ്യബോധം വളരും. എന്നോട് ഓർക്കുകയാണ്, റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് പ്രായമായപ്പോൾ അതിരമ്പുഴ ഇടവിലൊരു ദേവസ്യ സാറുണ്ട്. സാറ് ഭവന നിർമ്മാണത്തിലങ്ങ് തൻ്റെ സമയം ചെലവഴിച്ചു. വളരെ സംതൃപ്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യം എന്നുള്ളതിന് ഞാൻ സാക്ഷിയാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുന്നത് വളരെ നല്ലതാണ് എന്ന് ഞാൻ എടുത്തു പറയുകയാണ്. 8, അവരുടെ നന്മകൾ കണ്ടുപിടിച്ച് പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് പറ്റുന്നിടത്തോളം അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അത് എടുത്തു പറയുക വളരെ നല്ലതാണ്. 9, വൃദ്ധരുടെ കൂട്ടായ്മകൾ ഷെയർ ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ ഫലപ്രദമാക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 10, മരണത്തിന് അവരെ ഒരുക്കുക. ടു ബി പ്രിപ്പയർഡ് ഫോർ ദി ഡെത്ത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 11, അവർക്ക് താല്പര്യമുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ നൽകുക. അവർക്ക് ഇഷ്ടമുള്ളവ, അവരാഗ്രഹിക്കുന്നവ നൽകാൻ അനുവദിക്കുക. എന്നാൽ അവർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമ്മുടെ ഇടവകയിലൊക്കെ മതാധ്യാപകരാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ അനുവദിക്കുക. ജോബ് 12:12 പറയുന്നുണ്ട്, വൃദ്ധരിലാണ് വിജ്ഞാനം, വയോധികരിലാണ് വിവേകം. അപ്പം അത് നമ്മൾ മുതലെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രായമായ വ്യക്തികളോടുള്ള നമ്മുടെ ഇടപെടലിനെക്കുറിച്ച് ചില ചിന്തകൾ തരികാനാണ് ഇന്ന് അച്ഛൻ പരിശ്രമിച്ചത്. നമുക്കിന്ന് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ആരുടേതാണ് നിമ്മി? ഈ കത്ത് ആലപ്പുഴയിൽ നിന്നും അന്നമ്മ എഴുതുന്നത്, ബഹുമാനപ്പെട്ട അച്ഛ, ഞങ്ങളുടെ വിവാഹം ഇൻ്റർകാസ്റ്റ് വിവാഹമായിരുന്നു. ഞങ്ങൾ തമ്മിൽ പ്രേമമായിരുന്നു. ഞാൻ അന്യ സമുദായത്തിൽ നിന്നും കത്തോലിക്കാ സഭയിൽ വന്ന ആളാണ്. വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമായി. എന്നാൽ ഞങ്ങൾ തമ്മിൽ എപ്പോഴും പ്രശ്നമാണ്. അയാളുടെ സംസാരം വളരെ മോശമാണ്. ഞങ്ങൾ കിടക്കുന്നത് ഇപ്പോൾ 2 മുറിയിലാണ്. അദ്ദേഹത്തിനു എന്നെ വളരെയേറെ സംശയമാണ്. ഇടയ്ക്കിടയ്ക്ക് മദ്യപാനമുണ്ട്. ഒരിക്കൽ വളരെ മോശമായ വഴക്കുണ്ടാക്കി പിന്നീട് വന്നു എന്നോട് മാപ്പ് പറയും. ഈ സാഹചര്യത്തിൽ അച്ഛൻ കുടുംബജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ ശ്രമിച്ചിരുന്നു. ഞാൻ എങ്ങനെ നീങ്ങണമെന്നാണ് അച്ഛൻ്റെ അഭിപ്രായം? ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തീർച്ചയായിട്ടും അന്നമ്മയുടെ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന നേരുകയാണ്. അന്നമ്മ, അയാളുടെ സംശയം മോശമാണെങ്കിലും എനിക്ക് പറയാനുള്ള, അന്നമ്മ ശാന്തമായിട്ട് ഇടപെടണം. പകൽ എന്തെല്ലാം ഉണ്ടായാലും കിടക്കുന്നതിന് മുമ്പ് പറഞ്ഞു തീർക്കണം.
നന്മ തന്നെ ഒരു മുൻകൈ എടുക്കുക. എഫേസോസ് 4:26 നമുക്കറിയാം, സൂര്യാസ്തമനത്തിന് മുമ്പ് രമ്യപ്പെടണമെന്ന് പൗലോസ്ലീഹ പറയുകയാണല്ലോ. അതുകൊണ്ട് എന്തെല്ലാം ഉണ്ടെങ്കിലും അത് പറഞ്ഞു തീർത്ത് കിടപ്പ് ഒരു മുറിയിലാക്കണം. അത് നിർബന്ധമായ ഒരു കാര്യമായിട്ട് നന്മ തന്നെ അതിനെ മുൻകൈ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അയാൾ ഇഷ്ടമില്ലാതെ പോയാൽ പിണങ്ങരുത്. ഞാൻ പറയും, അന്നമ്മ പുറകെ ചെല്ലണം, ചെന്ന് അയാളെ നേടിയെടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സംശയം ചിലപ്പോൾ പൊസസീവ് ലെവലിൽ നിന്നും വരാം. കാരണം നിങ്ങളുടെ പ്രേമവിവാഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. എൻ്റേത് മാത്രമായിരിക്കണം അന്നമ്മ എന്നുള്ള ചിന്ത അദ്ദേഹത്തെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ അത് പൊസസീവ് ലെവലിൽ നിന്നും വരാം. നമുക്കാവുന്നത് പോലെ സൂക്ഷിക്കുക, ബാക്കി തമ്പുരാനും വിട്ടുകൊടുക്കുക. മദ്യപാനം കുടുംബത്തെ നശിപ്പിക്കും, അതിനവസരം കൊടുക്കരുത്. ഗലാത്യ 5:21 നമുക്കറിയാവുമല്ലോ. അത് സ്വർഗരാജ്യം അവകാശപ്പെടുത്താത്ത പാപമാണ് എന്ന് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്നേഹത്തോടെ പിന്തിരിപ്പിക്കുക. വഴക്കുണ്ടാക്കിയാലും പിന്നീട് വന്ന് മാപ്പ് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഉള്ളിൽ സ്നേഹം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അത്ര നിരാശയോടുകൂടി എടുക്കേണ്ടതില്ല. അത് മുതലെടുത്ത് അയാളെ വിശുദ്ധീകരിക്കണം. സാധിക്കുമെങ്കിൽ എത്രയും വേഗം ഒരു മാരേജ് കൗൺസിലിംഗ് നല്ലതാണ്. കാരണം പ്രശ്നങ്ങൾ മനസ്സിലാക്കി ദൂരീകരിച്ചു പോയാൽ എല്ലാം ഭംഗിയാകും. നന്നായി കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കുക. ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. നിമിക്ക് എന്താണ് ഇതേപ്പറ്റി പറയാനുള്ളത്? ഒരു പ്രേമവിവാഹമായിരുന്നു എങ്കിലും അവർ പിണങ്ങുമ്പോൾ 2 മുറിയിൽ കിടക്കുന്നു, ഒന്നിച്ച് കിടക്കുന്നതാണ്. സൂര്യാസ്തമയത്തിന് മുമ്പേ പിണക്കം പറഞ്ഞു തീർക്കുന്നതാണ് നല്ലത്. പിന്നെ ഈശോ പ്രാർത്ഥിച്ചതുപോലെ, പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങൾ ഒന്നായിരിക്കേണ്ടതിന് വേണ്ടിയാണ് എന്ന്. അപ്പം ഇവർ ഒന്നാകുന്നതിന് വേണ്ടിയാണ് ഇവരെ ഒരു വിവാഹബന്ധത്തിൽ ഏർപ്പെടുത്തിയത്. ക്രൈസ്തവ വിവാഹത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒന്നായിട്ട് തന്നെ ജീവിക്കണം, ഒരു ശരീരമാകണമെന്നൊക്കെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പം നിങ്ങൾ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും എന്ന് ആദം ഹവ്വായെ കണ്ടപ്പോൾ തോന്നിയത് അവൻ്റെ ഭാര്യയിൽ നിന്നും അവളെ എടുത്തത് കൊണ്ടാണ്. അപ്പോൾ ഒന്നുചേർന്നിരിക്കണം, അതിനു വേണ്ടിയാണല്ലോ ഈശോ, ദൈവം അങ്ങനെ തന്നെ അവരെ സൃഷ്ടിച്ചത്. അപ്പോൾ ഇവർ ഒന്നാകേണ്ടതാണ്, അവർ ഒറ്റ ശരീരമാകേണ്ടതാണ്. അപ്പം ഒന്നിച്ച് തന്നെ കിടക്കണം. പിണങ്ങിപ്പോയാലും ഇവൾ പുറകെ നടന്നു അവന് സ്നേഹം കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. അവന് സ്നേഹം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അവളോട് പിണക്കമുണ്ടായിട്ടായിരിക്കത്തില്ല, അവനെ മാത്രം സ്നേഹിക്കണം, വേറെ ആരോടും മിണ്ടുന്നതോ ഒന്നും അവന് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അവന് സ്നേഹം കൂടുതൽ കിട്ടേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് അവൻ ഈ മോശമായ സംസാരവും ഒക്കെ പറയുന്നത് അവളെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അത് കുറച്ചുകൂടെ സ്നേഹത്തോടു കൂടി നേടിയെടുക്കണം എന്നുള്ളതാണ്. സ്നേഹം കൊണ്ടല്ലേ എന്തിനേയും കീഴടക്കാൻ. തീർച്ചയായിട്ടും. ടോമിച്ച് എന്ത് പറയുന്നു? ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഇവരുടെ പ്രേമവിവാഹം എന്നുള്ളത് തന്നെ ഇന്നത്തെ ഒരു തലമുറയ്ക്ക്, യുവതലമുറയ്ക്ക് ഇതൊരു പ്രചോദനമായ ഒരു മാർഗദീപമാകണം, പാഠമാകണം. ഈ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. ദൈവത്തിൽ നിന്ന് വേണം ഈ യോജിപ്പുണ്ടാകാൻ. നിരന്തരം യുവജനങ്ങൾ ഇതൊരു പാഠമായി എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. വിവാഹ ജീവിതത്തിന് മുമ്പേ പ്രാർത്ഥിച്ചൊരുങ്ങണം. നല്ല ദൈവമേ, എൻ്റെ കുടുംബജീവിതം നന്നായി നയിക്കുന്നതിന് പറ്റുന്ന ഒരു ജീവിത പങ്കാളിയെ എനിക്ക് തരണമേ എന്ന് യുവത്വം മുതലേ പ്രാർത്ഥിച്ച് കടന്നു വരേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണ്. നമുക്ക് വൈകാരികമായ അടുപ്പം തോന്നുന്നവരെ പ്രേമിക്കുക, അത് അവരുമായിട്ട് ഒന്നിച്ച് സല്ലപിക്കുക, അവരുടെ വിവാഹം കഴിച്ചു പോകുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണെന്നുള്ളൊരു തെറ്റായ ധാരണ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പടരുന്നുണ്ട്. ഇത് തികച്ചും നമ്മളുടെ ജീവിതം പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ലവ് മാരേജിനകത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സംഭവിച്ചു പോയി, ഇനിയും അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനാവില്ല. അവിടെ ഈശോയുടെ തിരുരക്തം കൊണ്ട് ഈ മകനെ കഴുകി വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിക്കുക. ഇത് എന്നെ കേൾക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ള യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മക്കൾ ഇതൊക്കെ പാഠമായിട്ട് എടുക്കണം. എടുത്തിട്ട് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിന് പലരും പറയാറുണ്ട്, ഞങ്ങൾ നേരത്തെ അടുത്ത് അറിഞ്ഞ് വിവാഹം കഴിക്കുന്നതല്ലേ നല്ലത്, യാദൃച്ഛ്യമായിട്ടൊരു ഒന്ന് കാണുന്ന ഒരെണ്ണത്തിനെ കല്യാണം കഴിക്കുന്നതല്ലേ നല്ലത്, അടുത്തറിഞ്ഞിട്ട് ചെയ്യുന്നതല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ അടുക്കുകയും അറിയുകയും ചെയ്യുന്നതൊക്കെ നല്ലതാണ്, കുടുംബജീവിതത്തിലേക്കല്ലത്.
അത് സ്നേഹബന്ധം വളർത്തിക്കൂ, അതിനൊന്നും കുഴപ്പമില്ല. കുടുംബജീവിതം, കുടുംബം ദൈവം സംവിധാനം ചെയ്തതായതുകൊണ്ട് ദൈവത്തോടു കൂടി മാത്രമേ അത് പൂർണ്ണതയിൽ പൂർത്തീകരിച്ച് നന്മയ്ക്കാക്കി തീർക്കാൻ പറ്റത്തുള്ളൂ. അതിന് തർക്കം വേണ്ട. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവർ, മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇതൊരു പാഠമായിട്ട് എടുക്കുന്നതോടൊപ്പം എനിക്ക് അന്നമ്മയോട് പറയാനുള്ളത്, അന്നമ്മേ, ഏതായാലും നിങ്ങളുടെ ആ സ്നേഹത്തിൻ്റെ ആ താല്പര്യത്തിൽ നിങ്ങളിങ്ങനെയൊക്കെ സംഭവിച്ചു. ഇനിയും നിരന്തരം പ്രാർത്ഥിക്കുക, നിരന്തരം തമ്പുരാൻ്റെ മുമ്പിൽ ചെയ്തു പോയ പാപങ്ങളും തെറ്റുകളും ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിച്ചാൽ തമ്പുരാൻ കേൾക്കും. ഹൃദയത്തിൽ തട്ടണം. നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്താൻ തക്കവണ്ണം പര്യാപ്തമാകുന്ന വിധത്തിൽ നമ്മുടെ പാപങ്ങൾ കഴുകി വെടിപ്പാക്കി കുമ്പസാരിച്ച് വിശുകുർബാന സ്വീകരിച്ച് വെടിപ്പാക്കിക്കൊണ്ട് തമ്പുരാനോട് പറഞ്ഞു, 100% തമ്പുരാൻ തിരിച്ചു തരും, നല്ല അനുഗ്രഹിക്കപ്പെട്ട ജീവിതം തരും. തിരുരക്തം, അവൻ ബലിയായി തീർന്നത് നമ്മുടെ പാപം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ആ പാപപരിഹാരത്തിന് വേണ്ടത് ചെയ്തുകൊണ്ട് കഴുകി വിശുദ്ധീകരിക്കുക, കുടുംബത്തെ മൊത്തമായി കഴുകി വിശുദ്ധീകരിക്കുക, അനുഗ്രഹത്തിൻ്റെതായ തലങ്ങളിലൂടെ വ്യാപരിക്കാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിനവും പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനാണ്. ലോകത്തൊരുത്തർക്കും എന്നെ സഹായിക്കാൻ പറ്റില്ല, പരിശുദ്ധാത്മാവിന് പറ്റും. പരിശുദ്ധാത്മാവ് സഹായകനായി ഏത് മേഖലയിലും കടന്നെല്ലാം പറ്റും. അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള ബോധ്യത്തോടു കൂടി തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. കുടുംബത്തെ നേടിയെടുക്കണം. രണ്ടായിട്ട് ഇനി ഒരിക്കലും കിടക്കരുത്. ഏക ശരീരമാകാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങളെന്നുള്ള ബോധം ഹൃദയത്തിലുണ്ടാവണം. അതിന് തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ ഒരിക്കൽ പോലും വേർപിരിഞ്ഞ് കിടക്കാനോ ആ ഒരു ചിന്തയ്ക്കോ ഇടം കൊടുക്കാതിരിക്കണം. സാത്താൻ നിങ്ങളെ പ്രലോഭിപ്പിക്കാതിരിക്കാനും തിന്മയിലൂടെ നയിക്കാതിരിക്കാനും നിങ്ങളുടെ ഒന്നിപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ആ ബോധ്യത്തോടെ മുന്നേറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ടോമിച്ചിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കുക, അതുവഴിയായിട്ട് ഭർത്താവിനെ നേടിയെടുക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുക. അതോടൊപ്പം തന്നെ യുവജനങ്ങളോടൊരു ചെറിയ പഠനവും പാഠവും ആയിട്ട് ഇതിനെടുക്കണമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ അന്നമ്മേ, എനിക്ക് പറയാനുള്ളത്, പ്രാർത്ഥനാപൂർവ്വം അങ്ങേയറ്റം ശ്രദ്ധിക്കുകയും നിങ്ങളുടെ രമ്യതയിലും സ്നേഹത്തിലും നിങ്ങൾ ഒന്നായി തീരുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുക. കഴിയുമെങ്കിൽ ഒരു മാരേജ് കൗൺസിലിങ്ങിന് പോയി പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും പരിശ്രമിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത ലെറ്റർ ആരുടേതാണ്? പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഷീജ എഴുതുന്ന കത്താണിത്. ഞങ്ങൾക്ക് 3 പെൺമക്കളാണുള്ളത്. എന്തു ചെയ്താലും അവർ പ്രാർത്ഥിക്കാൻ വരത്തില്ല, അപ്പനും വരികയില്ല. അവർ 4 പേരും കൂടി TV കണ്ടുകൊണ്ടിരിക്കും. അവസാനം ഗതികെട്ട് ഞാൻ തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും മക്കൾക്ക് ഒരു മാനസാന്തരം ഉണ്ടാകുവാനും ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. സ്കൂളിൽ നിന്ന് വന്നാലുടനെ പുസ്തകം താഴ്ത്തി വയ്ക്കും. രാവിലെ പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകും. ഈ സാഹചര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു മടുത്തു. ഇതിനുള്ള പരിഹാരം അച്ഛൻ ഷാലോം TV-യിലൂടെ നിർദ്ദേശിക്കാമോ? എന്നെപ്പോലെ വിഷമിക്കുന്ന ധാരാളം അമ്മമാർ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഷീജയെ ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് ഇങ്ങനെ വിഷമിക്കുന്ന ധാരാളം അമ്മമാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. ഇവിടെ അപ്പൻ്റെ ദുർമാതൃക പ്രധാനമാണ്. അത് ആ കുട്ടികളെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്, അത് നാശകരവുമാണ്. എന്നെ കേൾക്കുന്ന എല്ലാ അപ്പന്മാരും അത് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടുതൽ കുട്ടികൾ അനുകരിക്കുക, നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. പ്രഭാഷകൻ 41:7 പറയുന്നുണ്ട്, ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. ഭാവിയിൽ ഇത് ഈ കുടുംബത്തിലും ഉണ്ടാവാം. മക്കൾ പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്താലേ അവരുടെ ഭാവി ശോഭനമാകൂ എന്നുള്ളതിന് സംശയമില്ല. അതിനായിട്ട് ഷീജ നന്നായിട്ട് പ്രാർത്ഥിക്കുക. രഹസ്യമായി ഭർത്താവ് മാത്രമുള്ളപ്പോൾ ഇതിൻ്റെ ഗൗരവം പറഞ്ഞ് ഭർത്താവിനെ ബോധ്യപ്പെടുത്തുക. മറ്റേ കുട്ടികളുള്ളപ്പോൾ വേണ്ട, അല്ലാത്ത സമയത്ത് സ്നേഹത്തോടെ പറയുക. അതുവഴി പ്രാർത്ഥനയിലേക്കും പഠനത്തിലേക്കും കുട്ടികളെ കൊണ്ടുവരാൻ ശ്രമിക്കണം. അത് അമ്മച്ചിക്ക് സാധിക്കുമെന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുള്ളത്. അപ്പനിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അപ്പന മാതൃകയിൽ ആ കുഞ്ഞുങ്ങൾക്ക് മാതൃക കൊടുക്കണമെന്നുള്ളത് പറയുക. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളോട് പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉപദേശിക്കുക.
അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ മേൽ തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുക. ഉറപ്പ് തരികയാണ് രക്ഷ കൈവരും. ഈ കുടുംബ ഭർത്താവിൻ്റെ മേലും കുഞ്ഞുങ്ങളുടെ മേലും തളിച്ച് പ്രാർത്ഥിക്കുക. മക്കൾ മാത്രമുള്ളപ്പോൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിക്കണം. അതിനാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ മറ്റുള്ളവരുള്ളപ്പോൾ നമ്മൾ ഉപദേശിച്ചാൽ അത്രയും സ്വീകരിക്കുക. അവർ മാത്രമായിരിക്കുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ ആദരിച്ചു എന്ന് വരും, മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ അവഹേളിച്ചില്ല എന്ന് വരും. അങ്ങനെ ശ്രമിക്കണം. സുഭാഷിതം 13:24 പറയുന്നുണ്ട്, മക്കളെ ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു, സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകാൻ ജാഗരൂകത കാട്ടുന്നു എന്നാണ് പറയുന്നത്. ശിക്ഷണം കൊടുക്കാതെ വളർത്തുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വെറുക്കുന്നു എന്നാണ്. നമ്മളത് തിരുത്തണം, ശിക്ഷണങ്ങൾ കൊടുക്കണം. സാധിക്കുമെങ്കിൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് ഒരു കുടുംബ ധ്യാനമാണ്. ഇപ്പോൾ കുടുംബ ധ്യാനങ്ങൾ പല സെൻറ്ററുകളിൽ നടത്തുന്നുണ്ട്. അതായത് അപ്പനും അമ്മയും മക്കളും കൂടെ. അപ്പോൾ അവിടെ ഒന്നിച്ചുള്ള സെഷനുണ്ട്, അല്ലാത്ത സെപ്പറേറ്റഡ് സെഷനുണ്ട്. അത് നല്ലതാണ്. അതിന് ഒന്ന് നിങ്ങൾ തയ്യാറായാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഇത് കൂടാനായിട്ട് എനിക്ക് തോന്നുന്നത് ഷീജയ്ക്ക് പ്രേരണ കൊടുക്കാൻ പറ്റും. അവരെ ഒന്ന് പ്രേരിപ്പിച്ച് നമുക്കിങ്ങനെ ഒന്ന് പോയാലോ, നമുക്കെല്ലാവർക്കും കുറവുകളുണ്ട് എന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കുക, സാഹചര്യം ഒരുക്കുക. അവിടെ കൗൺസിലിങ്ങും ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമുണ്ടാകുകയില്ല. അപ്പോൾ ഇതുകൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാകും തീർച്ചയായിട്ടും. ഞങ്ങൾ പ്രാർത്ഥിക്കാം. ടോമിഷൻ എന്താ ഇതിനെപ്പറ്റി പറയാം? എനിക്ക് തീർച്ചയായിട്ടും വെച്ചാൽ ആ സഹോദരിയുടെ ആ നല്ല താല്പര്യം ഒത്തിരി സന്തോഷകരമാണ്, പോസിറ്റീവാണ്. അത് കൂടുതൽ ആ ബോധ്യത്തിൽ നിലനിൽക്കുകയും വേണം. പിന്നെ മറ്റൊന്ന്, അച്ഛൻ പറഞ്ഞതുപോലെ പിതാവ് കറക്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. പ്രാർത്ഥനയുടെ അവസരത്തിൽ തമ്പുരാനെ വിട്ടിട്ടൊരു ജീവിതം ആരും ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല പൂർണ്ണമായും. അതുകൊണ്ട് പ്രാർത്ഥനയുടെ സമയത്ത് ടി വി കാണുന്ന അപ്പൻ കുടുംബത്തിന് നന്മയുണ്ടാക്കില്ല. അത് ഉറപ്പായി വിശ്വസിക്കുക. അത് അപ്പൻ തിരുത്തണം. മറ്റൊന്ന്, എനിക്ക് ഈ അമ്മയോട് പറയാനുള്ളത്, മക്കൾ നിങ്ങളുടെ ഉദരത്തിൽ ജനിച്ച് വളർന്നതാണ്. ആ കുഞ്ഞുങ്ങൾ ഉദരത്തിലായിരുന്നപ്പം മുതലേ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി ഇപ്പോഴാണേ പോലും ബാല്യത്തിലെ മക്കൾ നടക്കേണ്ടുന്ന വഴി കാണിച്ചു കൊടുക്കുക, വാർദ്ധക്യത്തിലും അവർ പിന്തിരിയില്ല എന്ന് തിരുവചനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അപ്പം കൊച്ചിലെ കൊടുക്കേണ്ട ശീലങ്ങൾ കൊടുക്കാൻ അമ്മയ്ക്ക് കടമയുണ്ട്. അമ്മ പരിതപിക്കുകയോ നിലവിളിക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല. ഉത്തരവാദിത്വമുണ്ട്. ജന്മം കൊടുത്ത അമ്മയെന്നുള്ള നിലയ്ക്ക് മക്കളെ നല്ല രീതിയിൽ വളർത്താനുള്ള ഉത്തരവാദിത്വം ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് മറന്നു പോകാതെ, ആ ഓർമ്മയുള്ളതുകൊണ്ടാണ് ഈ കത്തെഴുതിയെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഞങ്ങൾ പറയുമ്പോഴത്തേക്ക് മക്കൾക്ക് ചെറുപ്പത്തിലെ മുതലേ ദൈവത്തെ കൊടുത്തു വളർത്തുന്നതിൽ പരാജയപ്പെട്ടോ എന്നൊരു സംശയം ഇതിനകത്തുണ്ട്. കുഞ്ഞു പ്രായം മുതലേ ഈശോ 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 എന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചും അച്ഛന്മാരെ കണ്ടാലോ കന്യാസ്ത്രീകളെ കണ്ടാൽ സ്തുതി കൊടുപ്പിച്ചു, അതൊക്കെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മറ്റെന്തിനെ പറ്റിയുള്ള ഒരു സൂചന, നമ്മൾക്കപ്പുറമായിട്ടുള്ള ഒരു ദൈവീയ ശക്തിയെപ്പറ്റി ഒരു സൂചനകൾ കിട്ടും. അവിടെയൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇവർ മക്കൾ ആരും കൂടെ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയുമ്പം ആ കുടുംബത്തിലെ താളം തെറ്റലുകൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അത് അപ്പൻ പ്രാർത്ഥിക്കാത്തവനായതുകൊണ്ട് മാത്രമാണെന്നും വിശ്വസിക്കാൻ പറ്റില്ല. അമ്മയുടെ സ്വാധീനം ഒട്ടും കുഞ്ഞുങ്ങളിലില്ല എന്നൊരു സൂചന അതിനകത്തുണ്ട്. അപ്പം അമ്മ നിരന്തരമായിട്ടും ഇതിനകത്ത് തീവ്രമായിട്ട് ഇടപെടണം. അനുസരിക്കാത്ത കുഞ്ഞുങ്ങളെ അച്ഛൻ പറഞ്ഞതുപോലെ ശാസിക്കാനും ശിക്ഷിക്കാനും നമുക്ക് കടമയുണ്ട്. അത് നമ്മൾ ചെയ്യണം. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളായിരുന്ന അവസരത്തിൽ തെറ്റുകളിലൂടെയൊക്കെ ഓടുമ്പോഴത്തേക്ക് ചിലപ്പോഴൊക്കെ അച്ചാച്ചൻ്റെ അടുത്ത് വന്ന് അമ്മച്ചി പരാതി പറയുന്നത് ഞാൻ ഓർക്കുക. അപ്പോൾ അച്ചാച്ചനെ ഇതെല്ലാം കേട്ടിട്ട് പറയും, എടി കലവും തവിയും നിൻ്റെ കയ്യിലാണ്, അനുസരിക്കുന്നില്ല, ആഹാരം കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട്. എന്നെ പട്ടിണിയിട്ടുള്ള കാലങ്ങളുണ്ട്. ചെറുതി ആയിരുന്നപ്പോഴത്തേക്ക് വൈകിട്ട് അത്താഴം നടത്തില്ല, കിടക്കടാ തരുന്നില്ല, വേദനയോടെയാണേലും ആഹാരം തരാതൊക്കെ ഇട്ടിട്ടുള്ള സമയങ്ങളുണ്ട്. കാരണം തിരുത്തലുകൾ, കുഞ്ഞുങ്ങൾക്കൊന്ന് ചിന്തിക്കാനൊരവസരം
നമ്മൾ കൊടുക്കണം. ഞാൻ തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ മാതാപിതാക്കൾ എന്നെ ശാസിക്കുന്നത്, ശിക്ഷിക്കുന്നത് എന്നൊക്കെ. അതില്ലാതെ പോയി കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നുള്ളൊരു തോന്നൽ വരും. പഠിക്കാതെ പോകുന്നു, പുസ്തകമൊക്കെ കൊണ്ട് ഇട്ടച്ചും രാവിലെ എടുത്തുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറയുന്നത് അമ്മയുടെ ഉത്തരവാദിത്വക്കുറവ് അതിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കുറ്റപ്പെടുത്താനല്ല പ്രിയ സഹോദരി, തിരുത്തലുകൾ ആവശ്യമുണ്ട് നമ്മുടെ കുടുംബത്തിൽ. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി വളർത്താൻ വിവാഹത്തിൻ്റെ അവസരത്തിൽ നമ്മൾ ദൈവത്തിന് മുമ്പിൽ വാഗ്ദാനം പറഞ്ഞ ആ പ്രാർത്ഥനയിൽ അതെല്ലാം ഉണ്ട്. അവിടെ അങ്ങനെ ആ ഉത്തരവാദിത്വത്തോട് ഏറ്റെടുക്കുന്ന നമ്മൾ പരമാവധി തമ്പുരാനോട് ചേർന്ന് പോകണം. ഇനിയും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഞാനൊന്നുകൂടെ പറയട്ടെ, ഈ ഭർത്താവും മക്കളുമൊക്കെ ഉറങ്ങുന്ന അവസരത്തിൽ ഹൃദയം കൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് അവരുടെ തലയിലോ കാലിലോ ഒക്കെ കൈ വെച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ ഈശോയെ നിൻ്റെ തിരുരക്തത്താൽ കഴുകണമേ, ഇവരുടെ ഉള്ളിലുള്ള അരുതാത്ത ചിന്തകൾ മാറ്റി ദൈവീകതയിലേക്ക് ഇവരെ വളർത്തണമേ. നീ ഹൃദയം തുറന്ന് ആത്മാർത്ഥമായിട്ട് ആ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് ഈ അവസരത്തിൽ ഒന്നുകൂടി ഓർത്തു, ഇത് വെച്ചിരിക്കുന്നത് ഈശോയുടെ മുറിപ്പാടുള്ള കരമാണെന്നുള്ള വിശ്വാസത്തോടു കൂടി ആ അമ്മ തന്നെ അല്ലെ ഭാര്യ തന്നെ ആ കൈ വെച്ചു. പക്ഷേ അവിടെ ഒന്ന് ഓർക്കേണ്ടത്, എൻ്റെ ഈശോയുടെ എനിക്ക് വേണ്ടി, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എൻ്റെ ഭർത്താവിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച ആ തുളയ്ക്കപ്പെട്ട ആണിപ്പഴുതുള്ള കരമായി വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന രക്തം ഇവരുടെ ശിരകളിലൂടെ ഒഴുകും. ഈ ബോധ്യത്തോടെ വിശ്വാസത്തോടെ ഒന്ന് അവരെ കഴുകി, തിരുരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിച്ച് മാറ്റം ഉണ്ടാകും. നമുക്കതിനായിട്ട് കാത്തിരിക്കാം. ഞങ്ങൾ പ്രാർത്ഥനയിലൂടെ കൂടുതൽ അതുപോലെ അമ്മയുടെ ഒരു റോളുണ്ട്, അത് പാലിക്കണം എന്നുള്ളതാണ് ടോമിച്ചൻ പ്രധാനമായിട്ടും പറയുക. നിമ്മ എന്ത് പറയുന്നത് ഈ അമ്മ പിതാവിനും മക്കൾക്കും വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക. അച്ഛനൊക്കെ പറയുന്നത് പോലെ തിരുരക്തം ഒഴിച്ച് അവരെ വിശദീകരിച്ച് പരിശുദ്ധാത്മാവിൽ നിറയാൻ പ്രാർത്ഥിക്കുക. പിന്നെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ് എന്ന്. ഉത്തരത്തിലിരിക്കുന്ന വഴി കുഞ്ഞുങ്ങളെ മോശമാക്കുക. അപ്പം നമ്മൾ ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കുക തന്നെ വേണം. പ്രഭാഷകൻ 30:12 പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ തന്നെ മകനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യണം, വടികൊണ്ട് അടിക്കേണ്ടടുത്ത് അടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മാതാപിതാക്കൾ മക്കളെ ശിക്ഷിക്കണം. അപ്പം ഇത് കുഞ്ഞു പ്രായത്തിലെ പിള്ളേരാണ്, ഒത്തിരി പ്രായമായ കുഞ്ഞുങ്ങളല്ല. സ്കൂളിൽ പോയി വന്നു പുസ്തകം ഇട്ട് വെക്കുക, അതേപടി എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ അത് പിള്ളേരെ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ചും അമ്മമാരുടെ കടമയാണ്. അപ്പന്മാർ സാധാരണ പിള്ളേരെ ഒന്നും സ്കൂളിൽ നിന്ന് വരുമ്പം അവരൊന്നും ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അമ്മ അവരെ ഹോംവർക്ക് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യിക്കേണ്ടതും ഒക്കെ അമ്മയുടെ കടമയിൽപ്പെടുന്നു. അപ്പം പുസ്തകം വെച്ചിട്ട് എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നതിനകത്ത് ന്യായീകരണമൊന്നുമില്ല. അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ മക്കളെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കും. അത് ശരിക്കും അവരൊന്നിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പൻ വരത്തില്ല, അതുകൊണ്ടായിരിക്കും മക്കളും ഇരിക്കുന്നത്. അപ്പം പിതാവിൻ്റെ കുഴപ്പമുണ്ട് എങ്കിലും അങ്ങേരെ തന്നെ അങ്ങ് പറഞ്ഞു നമ്മൾ ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല. അപ്പം മാതാവ് അവരെ ശരിക്കും പിതാവിന് വേണ്ടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മോനിക്ക പുണ്യവതി സെയിൻറ്റ് അഗസ്റ്റിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് സെയിൻറ്റ് അഗസ്റ്റിന് ഒരു വിശുദ്ധനായി തീർന്നത്. അപ്പം നമ്മൾ മാതാക്കൾ പ്രത്യേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. സങ്കീർത്തനം 128 മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി കൂടുതൽ പറയുന്നുണ്ട്. അപ്പം ആ ഭാഗമൊക്കെ വായിക്കുക. പ്രഭാഷകൻ്റെ 30-ാം അധ്യായം എടുത്തു വച്ചു പിതാവുകൾക്ക് ഉറക്കെ വായിക്കുക. നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ ഈ അമ്മയ്ക്ക് ഉറക്കെ ബൈബിൾ വായിക്കാൻ പ്രത്യേകം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളതും പിതാവിനോടുള്ളതും ഒക്കെ ഉറക്കെ വായിക്കാം. അപ്പോൾ അത് തന്നെ അവിടെ സ്വാധീനിക്കും, ആ കുടുംബത്തിൽ അത് സ്വാധീനിക്കും. അതാണ് എനിക്ക് പറയുവാനുള്ള പ്രധാന. അവർക്ക് വായിക്കുക എന്നുള്ളത് കുടുംബ പ്രാർത്ഥനയുടെ ഇടയിലാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. അങ്ങനെ നമുക്ക് അല്ലേ അങ്ങനെ വായിക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ നിമ്മിയും ഷീജായുടെയും കൂടെ ഉത്തരവാദിത്വം എടുത്തു പറയുകയുണ്ടായി. ആ ഉത്തരവാദിത്വവും കൂടെ നിർവഹിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് മക്കളെ നിയന്ത്രിക്കുമ്പോൾ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകും എന്നാണ് നമ്മുടെ നിമ്മി പറയുക. തീർച്ചയായിട്ടും ഷീജ വേദനിക്കരുത്, ഞങ്ങൾ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല. ഷീജയും കൂടെ ആ ഉത്തരവാദിത്തത്തിൽ മുന്നേറുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാകുമെന്നുള്ളതാണ് സൂചിപ്പിച്ചത്. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഒന്ന് ചേർന്ന് പരിശ്രമിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ലവനും സ്നേഹനിധിയുമായ പൊന്നുതമ്പുരാനെ, അങ്ങയുടെ തിരുമുമ്പാകെ ഞങ്ങൾ ഈ രണ്ട് കുടുംബത്തെയും സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട അന്നമ്മയും ഷീജയും സമർപ്പിക്കുന്നു. അവരുടെ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുവാൻ, അവരുടെ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുവാൻ, ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും അങ്ങിലേക്ക് നേടിയെടുക്കുവാൻ പൊന്നുതമ്പുരാനെ ഈ നിമിഷം അങ്ങയുടെ ആക്കണമേ. അങ്ങയുടെ മൂല്യമായ തിരുരക്തം അവരുടെ മേൽ തളിക്കണമേ. കോട്ടയെ സംരക്ഷിക്കണമേ.
അങ്ങനെ ആ കുടുംബങ്ങളെ നേടുവാൻ ഇടയാവണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673528. ഇമെയിൽ info@shalomtelevision.com.